കട്ടപ്പന പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന സാഹിത്യകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറും സംവാദവും നടന്നു. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി.ബി. പാറപ്പായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ മോബിൻ മോഹൻ വിഷയാവതരണം നടത്തി. എം.ടി. വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ പ്രശസ്ത നോവലാണ് രണ്ടാമൂഴം. മഹാഭാരത കഥയെ ആസ്പദമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. 5 മക്കളിൽ രണ്ടാമനായ ഭീമന് എല്ലായ്പ്പോഴും അർജുനനെയോ യുധിഷ്ഠിരനെയോ കഴിഞ്ഞ് രണ്ടാമൂഴമേ ലഭിക്കുന്നുള്ളൂ. പാഞ്ചാലിയുടെ കാര്യത്തിലും ഇത് തുടരുന്നു. ഇതാണ് പേരിന് പിന്നിൽ. 1985 വയലാർ അവാർഡ് നേടിയ നോവലാണ് രണ്ടാമൂഴം. ഈ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറും സംവാദവുമാണ് ലൈബ്രറി അങ്കണത്തിൽ വെച്ച് നടത്തിയത്. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി.ബി. പാറപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു സെമിനാറിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, എം.ടി. വാസുദേവൻ നായരെ അനുസ്മരിക്കാതെ അദ്ദേഹത്തിൻ്റെ രണ്ടാമൂഴം എന്ന ആ സമാഹാരത്തിലേക്ക് കടന്നു പോകാൻ കഴിയുകയില്ല. മലയാള സാഹിത്യത്തിലെ ഒരു നിത്യവസന്തമായി എല്ലാ കാലവും സ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ എം.ടി. വാസുദേവൻ നായർ എന്ന് നമുക്കറിയാം. ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം അധ്യക്ഷനായിരുന്നു. പ്രശസ്ത സാഹിത്യകാരൻ മോബിൻ മോഹനൻ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും നടന്നു. യോഗത്തിൽ വെച്ച് ദീർഘകാലം കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുകയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച പി.ജെ. വർക്കി പൂത്തറയെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.